ഭഗവാന്റെ വിഗ്രഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞല്ലോ, ബലരാമനാണ് ഏറ്റവും ഇടത് ഭാഗത്തുള്ളത്. ബലരാമൻ്റെ ശിരസിൽ തലയുടെ ഈ ഭാഗത്തായിട്ട് അനന്തൻ്റെ ഒരു രൂപമുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ബലരാമൻ്റെ ഇപ്പുറത്ത് ജഗന്നാഥൻ്റെയും ബലരാമൻ്റെയും നടുക്കായിട്ടിരിക്കുന്നത് സുഭദ്രാ ദേവിയാണ്. സുഭദ്രാ ദേവി ഭഗവാന്റെ ബലരാമൻ്റെ ശ്രീകൃഷ്ണൻ്റെ സഹോദരി ഭാഗത്താണ്. സുഭദ്രാ ദേവിയുടെയാണ് ഏറ്റവും ചെറിയ വിഗ്രഹം, ആ രൂപം എന്ന് പറയുന്നത്. സുഭദ്രാ ദേവിക്ക് കൈകളും കാലും ഇല്ല. പറഞ്ഞല്ലോ, ഇവിടുത്തെ രൂപങ്ങൾ പണി പൂർത്തിയാക്കാത്തതാണ്. അവസാനമാണ് ഏറ്റവും വലത് ഭാഗത്താണ് ജഗന്നാഥനുള്ളത്. അപ്പോൾ ജഗന്നാഥൻ്റെ കണ്ണുകൾക്ക് ഇവിടെ പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഭഗവാന്റെ കണ്ണുകൾ ബലരാമൻ്റെയും സുഭദ്രാ ദേവിയുടെ കണ്ണുകളിൽ നിന്ന് വ്യത്യസ്തമുള്ള ഉരുണ്ട വലിയ കണ്ണുകളാണ് ഭഗവാനുള്ളത്. അത് ഭഗവാന്റെ വലിയ കണ്ണുകൾ ഭഗവാന്റെ മത്സ്യാവതാരം, മീനിൻ്റെ കണ്ണുകൾ പോലെയാണ് ഭഗവാന്റെ കണ്ണ്. അപ്പോൾ ഭഗവാന്റെ മത്സ്യാവതാരമായിട്ട് സാമ്യമുണ്ട്. മാത്രമല്ല ഭഗവാന്റെ കണ്ണുകൾ സൂര്യനെയും ചന്ദ്രനെയും കാണിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഭഗവാന്റെ ആ ഭഗവാന്റെ കണ്ണുകൾക്ക് കൺപോളകളില്ല. അതിനുള്ള കാരണം ഭഗവാൻ ഇവിടെ ഉറങ്ങാറില്ല. ലോകത്ത് തന്നെ ഉറങ്ങാതെ ഭക്തരെ കാണാൻ വേണ്ടിയിരിക്കുന്ന ഏക ആള് ജഗന്നാഥനാണ് എന്നാണ് പറയുന്നത്. കാരണം ഭഗവാന് കൺപോളകളില്ല. രാത്രി പോലും ഭഗവാൻ 2 മണിക്കൂറാണ് ഇവിടെ ഭഗവാന് നട അടയ്ക്കുന്നത്. അപ്പോഴും ദേവന്മാർക്ക് ഭഗവാനെ വന്ന് കാണാനുള്ള സമയമാണത്. അപ്പോൾ ആ ഭക്തരെ കാണാൻ വേണ്ടി അത്രയും കൊതിയോടുകൂടി ഒരു കൺസിങ്ങനെ പോലും ഇല്ലാണ്ട് ആ ഭക്തരെ കാണാൻ വേണ്ടി അത്രയും ആഗ്രഹിച്ചിരിക്കുന്നൊരു അത്രയും മധുരമുള്ളൊരു രൂപമാണ് ഇവിടെ ജഗന്നാഥനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ജഗന്നാഥൻ്റെ വിഗ്രഹത്തിൻ്റെ പ്രാധാന്യം.